എനിക്കിപ്പോൾ 25 വർഷം ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും എനിക്ക് ഇതല്ലാതെ വേറൊരു പണി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലാതെ വേറൊരു പ്രൊഫഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരുപാട് പിള്ളേർ പറയണേ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കണമല്ലോ അത്ര ഈസി ആയിട്ടുള്ളൊരു ജേർണി അല്ല. പക്ഷേ പാഷൻ ഉണ്ട് എങ്കിൽ, അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കേസി അല്ലെങ്കിൽ ലോയേഴ്സിന് പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ തുടക്കകാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയേഴ്സിനൊന്നും ഫീസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ സീനിയർ എന്ന് പറയുന്നത് അന്നേ എനിക്ക് പേയ്മെൻ്റ് ഒക്കെ തന്നത് കാരണമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് പ്രൊഫഷണൽ വൈസ് നിന്ന് സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണ പോലെയല്ല. സാധാരണ വക്കീലന്മാരും കുട്ടികളെന്ന് പറയുന്നത് 24 പേപ്പർ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും കടല് പോലെ പഠിക്കാൻ കിടക്കുന്നു. അത് കഴിഞ്ഞാലും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഓരോ റൂളിങ് അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷൻ്റെ ഓരോ വാക്കുകൾ എന്താണ് ആ മീനിങ് ഉള്ളത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം.